ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് സി ദാവൂദ് എന്നാണ്. ചാനൽ മുറിയിലിരുന്ന് രാത്രി മുസ്ലിം മനസ്സുകളിൽ ഇയാളിടുന്ന വർഗീയ ബോംബുകളെ കുറിച്ച് ഏറെ പറയാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം, ഈ പ്രബോധനം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ 50ാം വാർഷിക പതിപ്പ്. ഈ 50ാം വാർഷിക പതിപ്പിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം ഇതാണ്: കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി അല്ലേ കാശ്മീരിൽ? ജമാഅത്തെ ഇസ്ലാമിക്കാരനോടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ? നിങ്ങൾ അതിന് ഉത്തരം പറ. ദാവൂദ് പറ. ദാവൂദ് എന്നും രാത്രിയിൽ വിഷം തുപ്പുന്നുണ്ടല്ലോ. ആ തുപ്പുന്ന ചാനലിന്റെ കസേലയിൽ ദാവൂദ് പറ, ഈ കാശ്മീർ ഇന്ത്യയിൽപ്പെട്ടതാണോ അല്ലേ? പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നാസർ കൊളായിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതിന് ചില പരിമിതികളുണ്ടായിരുന്നു ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രസംഗിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ല, ഇതുപോലെ വീഡിയോ ചെയ്ത് പ്രതികരിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തുടരേണ്ടത് പോരാട്ടമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ചെഗുവേരയും ഫിഡൽ കാസ്ട്രോ ഒക്കെയാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യയിൽ മതവർഗീയവാദികൾക്കെതിരെയുള്ള പോരാട്ടം. അത് ഭൂരിപക്ഷ വർഗീയവാദികളായ RSS, അവർ മതരാഷ്ട്രവാദികളാണ്, അവർക്കെതിരെ. ന്യൂനപക്ഷ മതവർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമി, അവർക്കെതിരെ ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാളുടെ പേര് സി ദാവൂദ് എന്നാണ്. ചാനൽ മുറിയിലിരുന്ന് രാത്രി മുസ്ലിം മനസ്സുകളിൽ ഇയാളിടുന്ന വർഗീയ ബോംബുകളെ കുറിച്ച് ഏറെ പറയാൻ ഞാനിപ്പോൾ തൽക്കാലം അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ദാവൂദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദാവൂദ് ഇത് കേൾക്കണം. ദാവൂദ് എന്താ പറഞ്ഞത്? പഹൽഗാമിലെ സ്ഫോടനം നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തീവ്രവാദികളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ സെട്ടിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നുണ്ട് എന്നാണ് ദാവൂദ് പറഞ്ഞിട്ടുള്ളത്.